ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മോൾക്ക് ക്ലാസ്സുള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ ലഞ്ചും സ്നാക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ബാഗിലേക്ക് എടുത്ത് വെക്കാൻ പോവാണ്. കുട്ടികൾക്ക് നമ്മളെപ്പോഴും സ്നാക്സ് ബോക്സിൽ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് കൊടുക്കാം. ഒന്നല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ സാലഡ്സൊക്കെ പോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ദിയമോള് രാവിലത്തെ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല മടിയാണ്. രാവിലത്തെ തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ എല്ലാ ഐറ്റംസും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഫുഡ് എന്താണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഒരുങ്ങാനുള്ള ഐറ്റംസ്, യൂണിഫോം, അതുപോലെ തന്നെ മുടുന്നത്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ സ്കൂൾ ബസ് വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ദിയമോള് പോവുകയാണ് കേട്ടോ. ഇന്ന് പോസ്റ്റിൽ വന്നൊരു ബുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൻ്റെ പേര് ആപ്പിൾ ബീസ്. ഇത് കിഡ്സിനുള്ളൊരു മാഗസിൻ ബുക്കാണ്. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കളറിങ്, അതുപോലെ തന്നെ ഡ്രോയിങ്, പിന്നെ സ്റ്റോറീസ്, കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് വർക്ക്സുകൾ ഇതിലുണ്ട്. നമ്മൾ ഇങ്ങനൊക്കെ ഒരു ബുക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഫോൺ ഉപയോഗിക്കുന്നതിന് നമുക്ക് അവരെ പിന്തിരിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫോണിൻ്റെ ഉപയോഗം ഒന്ന് കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനത്തെ ബുക്ക്സ് വാങ്ങിച്ചു കൊടുക്കുക, അതുപോലെ അല്ലെങ്കിൽ വീട്ടിൽ വരുത്തി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഈ വീഡിയോയിൽ സദ്യയിലൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചിമുളിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 കപ്പോളം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. കുറച്ച് ടൈം എടുക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം. 1 കപ്പ് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ഉലുവ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവ വറുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇഞ്ചി മൂപ്പിച്ചെടുത്തത് ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്ന പരുവത്തിലായിരിക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇത് പുളി പിഴിഞ്ഞിട്ട് അരിച്ചിട്ട് പുളിവെള്ളം റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമ്മുടെ ഈ ഉള്ളി മൂപ്പിച്ചതും ഇഞ്ചി മൂപ്പിച്ചതും പിന്നെ ഉലുവ വറുത്ത് വെച്ചതും ഉണ്ടല്ലോ, അതൊക്കെ കൂടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി ആ എണ്ണയിൽ തന്നെ ഒന്ന് കടുകും വേപ്പിലയും ഉണക്കമുളക് ഇട്ടിട്ടൊന്നും വറവിട്ടെടുക്കുക. ശേഷം അതിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല കട്ടിയുണ്ട്, അപ്പോൾ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല തിക്കായിട്ട് വരും, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇന്ന് സ്പെഷ്യലായിട്ട് അവിയലും ഇഞ്ചിയും പൊടിയൊക്കെ ആയിരുന്നു, പിന്നെ കരിമീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 4:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ മോള് സ്കൂൾ വിട്ടിട്ട് വരുന്ന ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.